ഹായ്, ജബ്രു ഫണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാത്തിരുന്ന ദ റിയൽ സ്റ്റോറി ആടുജീവിതം ദ ഗോഡ് ലൈഫ് അടുത്ത് തന്നെ റിലീസാവുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ 10 ഉള്ളിലായിട്ടാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. എത്രയും വേഗം റിലീസാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ വർഷങ്ങളായി ഇത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും. എന്തായാലും ഒരു 16 ഐറ്റം മൂവി ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ. അപ്പോൾ സിനിമ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. പൃഥ്വിരാജ് സുകുമാരനാണ് നായകൻ. ഡയറക്ടർ ബ്ലസ്സി, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാൻ. അങ്ങനെ ഒരു 16 ഐറ്റം ആയിരിക്കും മൊത്തത്തിൽ. ആടുജീവിതം ഒരു യുവാവിൻ്റെ അതിജീവന നാടകമാണ് ദ റിയൽ സ്റ്റോറി. സിനിമയുടെ രചനയും സംവിധാനവും സഹനിർമ്മാണവും ബ്ലസ്സിയാണ് ഒരുക്കിയിരിക്കുന്നത്. ബെന്യാമിൻ്റെ നോവലാണ് ആടുജീവിതം സിനിമയാക്കുന്നത്. കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന യുവാവിൻ്റെ അടിമത്തത്തിൻ്റെ കഥ പറയുന്ന ദ റിയൽ മൂവി. ഇത് സൗദിയിലും UAE-യിലും വേറെ കുറച്ച് അറേബ്യൻ നാടുകളിലും നിരോധിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ശരിയാക്കുമോ എന്താണെന്നറിയില്ല. ശരിയായാൽ നല്ലത് എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ആടുജീവിതം നിരോധിക്കാൻ തീരുമാനിക്കുന്നത് അറേബ്യൻ നാടുകളിൽ? ഇതൊരു യഥാർത്ഥ കഥയാണ്. ഒരു അപമാനിക്കപ്പെട്ട മലയാളിയുടെ ജീവിതം. കുടിയേറ്റ തൊഴിലാളിയായ നജീബ് സൗദിയിൽ ജീവിക്കാൻ നിർബന്ധരാകുകയാണ്. അറേബ്യൻ മരുഭൂമിയിൽ അടിമത്തമായി ജീവിക്കുന്ന ഒരു യുവാവ്. ഈ സിനിമ 3 വർഷം മുമ്പ് റിലീസാണെന്ന് വിചാരിച്ച് ഞാനും ഇതുപോലെ ചെറിയൊരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എൻ്റെ ചെറിയൊരു കഴിവിൻ്റെ ഒരു പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി റിലീസാകുന്ന ദിവസം ഞാൻ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ സിനിമയോടുള്ള ഇഷ്ടം, പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവറിനോടുള്ള ആ താല്പര്യം എന്തായാലും സമ്മതിക്കണം ആളിനെ.